ഹലോ ഗൈസ്, നമ്മുടെ ഇവിടെ നിന്ന് പുതിയൊരാളോടുണ്ട്. ഇന്ന് നമ്മുടെ ഇവിടെ വ്ളോഗ് ചെയ്യാൻ പുതിയൊരാളോടുണ്ട്. ഇതോടെ അവിടെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ പ്രഗ്നൻസി വ്ളോഗ് എല്ലാവരും പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകുന്നതും ഒക്കെ ഇടണേന്ന്. പക്ഷേ എല്ലാം പെട്ടെന്നായതുകൊണ്ട് എനിക്കൊന്നും ഇടാൻ പറ്റിയില്ല. നമ്മൾ വിചാരിച്ച പോലെയും പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ ഞാനത് ഒരു വീഡിയോയിൽ സെപ്പറേറ്റ് എന്തുവാ എങ്ങനെയാണെന്നൊക്കെ പറയാം. ഇന്ന് നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലും നമ്മുടെ ഇവിടെയുള്ള നേഴ്സുമാരും ഇവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ കാണിക്കാം കേട്ടോ. എല്ലാം പെട്ടെന്നായിരുന്നു വാവ വന്നതും. എൻ്റെ വാവ ഉറങ്ങുക. വലിയ വഴക്കൊന്നുമില്ല, എന്നാൽ ചെറിയ വഴക്കുണ്ട്. പക്ഷെ ഇവിടെ 2 ചെയറുകൂടെ ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു. നമ്മുടെ റൂം 409 ആട്ടോ നമുക്ക് കിട്ടിയ റൂം. ഞങ്ങൾ 2 പേർക്കും വാവ എടുക്കാൻ അറിയത്തില്ല, വെക്കാൻ അറിയത്തില്ല, കരഞ്ഞ് എടുക്കാൻ പോലും അറിയത്തില്ല. ഞങ്ങൾക്ക് 2 പേർക്കും അറിയത്തില്ല. ഞങ്ങളെങ്കിലും ആദ്യത്തെ ദിവസമല്ലേ എടുത്തൊക്കെ നോക്കി. എങ്കിലും ഇവരിങ്ങനെ ഗുളുഗുളൂന്നിരിക്കുന്നതുകൊണ്ടേ കയ്യിൽ നിന്ന് തെറ്റുമോ, കഴുത്തുറച്ചിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ. തലയിലൊക്കെ തൊടുമ്പോൾ അവിടേക്ക് ഇങ്ങനെ പതിഞ്ഞങ്ങ് പോകും. അച്ഛനും അതിന് ശേഷമുള്ള ഒരു എന്താ തോന്നാറ്? വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പെൺകുഞ്ഞായതുകൊണ്ടും ആഗ്രഹിച്ച കുഞ്ഞിനെ കിട്ടുന്നതും പിന്നെ എന്നെപ്പോലെ സുന്ദരി ആയതുകൊണ്ടും വളരെയധികം സന്തോഷമുണ്ട്. അതെ, കഷൻ്റെ ഉണ്ട് ചേട്ടയ്യെ പോലെ. അത് മാറും, പക്ഷെ സൗന്ദര്യം എന്നെ പോലെ അല്ലേ? അല്ല, വെളുത്ത് അമ്പോറ്റിയ എന്നെ പോലെ. അത് ശരിയാ. ഇപ്പം ഞാൻ മണി ഇരുന്നാലും പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരും. ചെറിയ ബാഗ് സാധനം വാങ്ങിക്കാം. കുഞ്ഞിന് കൈയിടാൻ ഗ്ലൗസൊക്കെ വാങ്ങിക്കണം. ചുമ്മാ ഇവിടെ വന്നിങ്ങനെ ഇരുന്നേ കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റലിൽ ശരിക്കും അഡ്മിറ്റ് ആവുന്ന 20-ാം തീയതി. നമ്മുടെ വാവ വന്ന് 21-ാം തീയതി. ഇന്ന് 22-ാം തീയതി. ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള പ്രാണിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിലും ഞാൻ വീഡിയോ എടുത്തില്ല. ഇന്ന് രാവിലെയാണെങ്കിൽ സാധാരണ ഇന്ന് എഴുന്നേറ്റിട്ട് ഞാൻ വന്ന് നമ്മുടെ റീൽസിന് എത്ര വ്യൂസ് ഉണ്ട്, യൂട്യൂബിൽ എത്ര വ്യൂസ് ഉണ്ട്, വാട്സപ്പ് നോക്കും. ഇനി ഇതൊന്നും നോക്കിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ലൈഫൊക്കെ മാറിപ്പോയെന്ന്. ഇവിടെ ആട്ടോ ഇവിടെ നേഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ട്. എന്തുണ്ടെങ്കിലും ഇവിടെ വന്ന് പറഞ്ഞാൽ മതി. ആണെങ്കിൽ വൈകിട്ട് സ്റ്റിച്ച് മരുന്നിടാനും വേണ്ടി പോകണം. സത്യം പറഞ്ഞാൽ വാവ വന്നിട്ട് ഇന്ന് 2 ദിവസം ആവുന്നേ ഉള്ളൂ. എൻ്റെ എല്ലാം മൊത്തത്തിലേക്ക് താളപ്പഴയായി. ഞാൻ വീഡിയോ രാവിലെ യൂട്യൂബിൽ സ്ഥിരം എടുത്തുകൊണ്ടിരുന്ന ആൾ ഞാൻ 2 ക്ലിപ്പ് എടുത്തതിന് ശേഷം ഫോൺ പോലും എടുക്കുന്നില്ല. വാട്സപ്പിൽ കയറുന്നില്ല, ഇൻസ്റ്റയിൽ കയറുന്നില്ല. എല്ലാം ഒന്ന് ശരിയാക്കണം, ഒരാഴ്ചയ്ക്കുള്ളിൽ റെഡിയാക്കണം. കാരണം എന്നെ എല്ലാവരും അറിഞ്ഞതൊക്കെ അതിൽ കൂടല്ലേ. അപ്പോൾ അത് നിർത്താനും പറ്റത്തില്ല എങ്ങനെ നോക്കിയാലും. അപ്പം ഞാൻ പോയി മരുന്ന് ഇട്ടിട്ട് വരാം. ഇന്ന് അഞ്ജന ഡോക്ടർ ഇല്ലായിരുന്നു, പകരം നമ്മൾ സമീറ ഡോക്ടർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം സമീറ ഡോക്ടർ വന്നു, എല്ലാം ചോദിക്കുകയൊക്കെ ചെയ്തു. സമീറ ഡോക്ടർ ആണെങ്കിലും അഞ്ജന ഡോക്ടർ, ഇവിടുത്തെ ഡോക്ടേഴ്സ് എല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ നമ്മളോട്. ഭയങ്കര കാര്യമായിട്ടാണ് ഇപ്പം എല്ലാവരോടും. നിങ്ങളൊക്കെ വ്ളോഗിൽ കാണാം. നമ്മൾ സ്റ്റിച്ചൊക്കെ ഇട്ട് സ്റ്റിച്ച് നേരത്തെ ഇട്ട് സ്റ്റിച്ചിങ് മരുന്നിട്ടു. അതിനെ ഉള്ളു ഇങ്ങനെ ഇറങ്ങിയിട്ട് നടക്കുന്ന എല്ലാവരും റെസ്റ്റ് എടുക്കുക. ഞാൻ ഇറങ്ങിയുള്ളത് എൻ്റെ കാല് പൊന്ത് പോലെയായി. എനിക്കാണെങ്കിൽ ഇങ്ങനെ നടക്കാണ്ടിരിക്കാനും പറ്റുന്നില്ല. പിന്നെ എനിക്ക് താഴെയൊക്കെ പോയൊരു കാപ്പിയൊക്കെ വാങ്ങിച്ച് കുടിക്കണമെന്നൊക്കെ ഉണ്ട്. പിന്നെ അമ്മയൊന്നും സമ്മതിക്കത്തില്ല, വഴക്ക് പറയും. ഒന്നാമത് ഞാൻ നടക്കുന്നതിനൊക്കെ എന്നെ നല്ല വഴക്കാണ് പറഞ്ഞത്. ഇപ്പം കിടന്നാൽ ഭാവിയിൽ വേദന ഇല്ലാണ്ടിരിക്കാമെന്നൊക്കെ പറയും. അപ്പം ഞാൻ മുറിയിലോട്ടൊന്ന് കുറച്ച് ചോറൂടെ കഴിച്ചിട്ട് നമുക്ക് ഇരിക്കാം കേട്ടോ. നമ്മുടെ റൂം 409. ഇവിടെ നിന്ന് പ്ലാസ്റ്റിക് ഉണങ്ങാൻ എങ്ങാണ്ട് അമ്മ ഇട്ടതാണ്, എന്തോ എടുത്ത് വെക്കാൻ. ഇവിടെ നിന്ന് നേരെ നോക്കി നമുക്ക് വണ്ടിയൊക്കെ കിടക്കുന്നിടം കാണാം. അപ്പം ഞാനങ്ങനെ ഈ പെണ്ണൊരു വഴക്കാളി പെണ്ണാണ്, ഇടയ്ക്കിടയ്ക്ക് കരയും. ഒരു വഴക്കാളി പെണ്ണാണ് എന്നെപ്പോലെ. ഞാൻ നല്ല കൊച്ചാ അല്ലേ? പാവ ഇവിടെ കിടപ്പുണ്ടേ. പിന്നെ 2 ബെഡുണ്ട്. ഇതിലൊക്കെ ഡ്രസ്സൊക്കെ പറക്കി വെച്ചിട്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ 2 ബാഗും കൊണ്ടാണ് വന്നത്. നിങ്ങൾ ആ സൈഡ് നോക്കിയേ, ഇതൊക്കെ എല്ലാവരും കൊണ്ട് തന്നെ. അപ്പോൾ ഈ വാവയുടെയൊക്കെ കാര്യത്തിൽ നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോൾ കുറച്ച് വാങ്ങിച്ചുകൊണ്ട് പോയാൽ മതി, ബാക്കി ഇഷ്ടംപോലെ കിട്ടും. എന്നിട്ട് നമുക്ക് ബാക്കി വരുന്നതൊക്കെ വാങ്ങിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഒരാശുപത്രി കിടക്കുന്ന ഫീലൊന്നും ഇവിടെ തോന്നത്തില്ല. എൻ്റെ ദൈവമേ, ഞാൻ വ്ളോഗ് എടുക്കുന്നത് ഇഷ്ടമാകുന്നില്ലെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഓരോന്നിങ്ങനെ പറയുമ്പോഴും ഒന്ന് ഞെട്ടുക, ഭയങ്കര ഞെട്ടലാണ് കേട്ടോ. എനിക്ക് വാവ എടുക്കാനൊന്നും അറിയത്തൊന്നുമില്ല, വൃത്തിക്ക്
ഗ്യാസ് തട്ടിവിടുക, എടുക്കുക, ഗ്യാസ് തട്ടിവിടുക, ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആയി. ഇത് ഞാൻ എടുക്കുന്നുണ്ട്, പക്ഷേ ഗ്യാസ് ഒന്നും തട്ടാൻ കാരണം ഈ തലയൊന്നും ഉറയ്ക്കാത്തതുകൊണ്ട് ഭയങ്കര സോഫ്റ്റ് അല്ലേ, എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ വേറെ ആരെയും പിള്ളേരെ നമ്മളങ്ങനെ എടുക്കത്തില്ലല്ലോ. ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാണ്. നമ്മൾ ഈ പ്രായത്തിലുള്ളവരൊക്കെ ആദ്യമായിട്ടല്ലേ കാണുന്നത്, അതുകൊണ്ട് എനിക്കറിയത്തില്ല. പിന്നെ കരയുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും, കരയുന്നല്ലോ എന്നോർത്തിട്ട്. പിന്നെ ഇന്ന് കരഞ്ഞ് ഇങ്ങനെ ഒച്ച കുറഞ്ഞു, അപ്പോൾ ടെൻഷനായി. എന്താ സൗണ്ട് ഇങ്ങനെ കുറയുന്നത്, ഇനി എന്തെങ്കിലും കുഴപ്പമാണോ എന്നൊക്കെ വെച്ചിട്ട്. പിന്നെ ചേട്ടായി എപ്പോഴും നേഴ്സുമാരുടെ അടുത്ത് പോയി ചോദിക്കും, അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ. എന്നിട്ട് ഇടയ്ക്ക് ചേട്ടായി എന്നെ പറയും, നോക്കി നമ്മുടെ മോള്, അയ്യോ നമ്മുടെ മോളാ. എന്നിട്ടിന്ന് പറഞ്ഞു, എടി എൻ്റെ കൈ കുറച്ച് നേരം താ, ഞാൻ എടുത്തുകൊണ്ടിരിക്കാം. ഞങ്ങൾക്ക് രണ്ടിനും അറിയത്തില്ല. എന്നിട്ട് ചേട്ടായി ഭയങ്കര രാവിലെ ഫോട്ടോ അയച്ചേ. അപ്പം ഞാൻ ചോദിച്ചു, എന്തിൻ്റെ ഫോട്ടോ? കുഞ്ഞിൻ്റെ ഫോട്ടോ അയച്ചേ. പണ്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ എന്നോട് പറയായിരുന്നു ഫോട്ടോ അയക്കുന്ന, അതേപോലെ. അപ്പം നമ്മുടെ വാവയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ സൈഡിൽ കിടപ്പുണ്ട്. വാവയെ ഞാൻ നല്ലപോലെ കാണിക്കാട്ടോ. ഭയങ്കര കരച്ചില്ല, ഇങ്ങനെ കയ്യിലിരിക്കണം. എനിക്കാണ് എൻ്റെ ഫോണൊന്ന് തുറക്കാൻ പറ്റുന്ന പോലെ ഇല്ല. ഈ പെണ്ണും ബ്ലോഗ് എടുക്കാനൊന്നും സമ്മതിക്കാത്തൊരു കണ്ടപ്പെട്ട അതായിരിക്കും തോന്നുന്നു. ചുമ്മാ നല്ല കൊച്ച, അങ്ങനെ വഴക്കൊന്നുമില്ല. കുഞ്ഞ് അപ്പിയിട്ടാലും മൂത്രം ഒഴിച്ചാലും പിന്നെ അവൾക്ക് വിശന്നാലും മാത്രമേ അവൾ കരയും. അല്ല ഒരു വഴക്കില്ല, ശുദ്ധരിയാണ്. പക്ഷേ ഒരു ദിവസം കൊണ്ട് ഞാൻ ആദ്യമായിട്ട് എൻ്റെ നെറ്റ് ആദ്യമായിട്ട് 1 GB പോലും 1.5 GB ഉണ്ട്. അത് 250 ഞാൻ കൂട്ടിയിടാം. അവളെ കൊതു കുത്തുന്നു പറഞ്ഞു. ആളൊരു 2-3 മാസമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, എടുക്കാനും നിൽക്കാനും ഒക്കെ. ചാച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. മണിമോനെ കണ്ടിട്ട് എത്ര ദിവസമായി. ഞാൻ പെണ്ണിനോട് പറഞ്ഞു, അവിടെ ചിലപ്പോൾ അണ്ണാണെന്നുണ്ട്, മണിയണ്ണാണെന്നുണ്ടെന്നൊക്കെ. കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങുക, വിശന്ന ഭയങ്കര വിഷയക്കാരിയാണ്. അമ്പലത്തിൻ്റെ അവിടെ പള്ളിയുണ്ട് കേട്ടോ. പള്ളിയിൽ നിന്ന് വേണ്ടേ നോമ്പ് കഞ്ഞി, മരുന്ന് കഞ്ഞി കിട്ടി. അപ്പം അവിടെ കുടിക്കുക. എല്ലാവരും പോയി വാങ്ങിച്ചു, എല്ലാവരും. സോറി, മുഖം ചൊറിഞ്ഞുണ്ട. ഈ ടൈമിൽ കഞ്ഞിയൊക്കെ കുടിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇന്നലെ പ്രസവിച്ച് ഇന്ന് ഞാൻ നല്ലപോലെ റെസ്റ്റൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഫുഡും അങ്ങനെ കഴിക്കുന്നൊന്നുമില്ല. വീട്ടിൽ ചെന്നിട്ട് വേണം എല്ലാം നല്ലപോലെ. ഇവിടെ ഞാനങ്ങനെ ഫുൾ ടൈം കിടക്കാനൊന്ന് ഞങ്ങൾക്ക് 2 പേർ കൂടെ അത് കിടക്കാൻ പാടില്ല. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഉറക്കവും വരുന്നില്ല. വീട്ടിൽ ചെന്നിട്ട് വേണം എല്ലാം ഒന്ന് റെഡിയാക്കി സെറ്റാക്കി എടുക്കാൻ. നമ്മുടെ വ്ളോഗാണെങ്കിലും പിന്നെ വാഴയുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാം പഴയ പോലെ ആക്കാൻ. എല്ലാം എത്രയും പെട്ടെന്ന് പഴയ പോലെ ആക്കണം. ഇപ്പം എനിക്ക് ഫോൺ പിടിക്കാൻ പോലും എത്തില്ല. ഇന്നലെ ഞാൻ ഉറങ്ങിയതേ ഇല്ല കേട്ടോ. ഈ വാവ ഭയങ്കര കരച്ചിലായിരുന്നു. അവൾക്ക് എന്തൊക്കെയോ ഇന്നലെ വാക്സിൻ എടുത്തു, അതിൻ്റെ ബുദ്ധിമുട്ടാണോ പതിവില്ലാതെ ഉള്ള കരയില്ല. ഇത് കരയുമ്പം എനിക്കാണെങ്കിൽ വൃത്തിക്ക് എടുക്കാൻ അറിയത്തില്ല, അതിൻ്റെ കരച്ചിൽ മാറ്റാൻ അറിയത്തില്ല. അപ്പോൾ കരയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. പിന്നെ ഇങ്ങനെ അമ്മയൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഇവർക്ക് നോവുമോ എന്നുള്ള ടെൻഷൻ. എനിക്കറിയത്തില്ല. ഇന്നലെ ഒരു 5 മണി അടുപ്പിച്ച് പിന്നെ എനിക്ക് ഒട്ടും ഇരിക്കാൻ വയ്യ. ഉറക്കം വന്നിട്ട് തലവേദന എടുക്കാൻ തുടങ്ങി, വേദനകളെല്ലാം വരാൻ തുടങ്ങി. ഒരു വേദന ഇല്ലാണ്ട് ഇരുന്നിട്ടേ പിന്നെ കലമ എഴുന്നേറ്റ് ഇവളെ എടുത്തോണ്ടിരുന്നു. ഇവളെ താഴെ വെക്കുമ്പോൾ ഇവളങ്ങ് വിഷയമാണ്. ഭയങ്കര കരച്ചിലാണ് ഇവള്. ഇപ്പം ഇങ്ങനെ പൊതിഞ്ഞ് സുന്ദരിമണിയായിട്ട് ഉറങ്ങുമായിരുന്നു. വ്ളോഗൊന്നും എടുക്കാൻ പറ്റുന്നില്ല ഈ കുഞ്ഞിപ്പെണ്ണ് വന്നപ്പം. അമ്മയെ കാണിക്കാം. കുഞ്ഞിപ്പെണ്ണ് വന്നപ്പോൾ ഒന്നും അങ്ങ് എടുക്കാനൊന്നും പറ്റുന്നില്ലെന്നേ. ചുണ്ടരിയായിട്ട് അങ്ങ് ഉടങ്ങുക. അതൊക്കെ ഞങ്ങൾ ഒരാഴ്ച ഒന്ന് സെറ്റ് ആവണം. ഇവള് വീട്ടിൽ വന്ന് എല്ലാം ഒരു ഓർഡറിന് വന്നാൽ കുഴപ്പമില്ല. ഇതിപ്പം ചിരിക്കുക കേട്ടോ. വാവയെ കാണിക്കാൻ ഞാൻ മനഃപൂർവ്വം കാണിക്കാത്തൊന്നും അല്ലേ. വാവയെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. കുഞ്ഞു വാവേ നോക്കട്ടെ.
ഞങ്ങളപ്പം ഭാവിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിന് കൊടുക്കാനായിട്ട് ഒരു താഴെ വന്നു കേട്ടോ. ഞാനും ചേട്ടായി. ഞാനാണെങ്കിൽ ഭാവയുടെ പേപ്പറും കൊണ്ട് താഴെ പോയപ്പോൾ ഡോക്ടർ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ റൂമിലോട്ട് വരെ ഇരിക്കരുത്, എന്തോ ഇവിടെ നിൽക്കുന്നതെന്ന്. തൂറി അവള് കരയും. വിത്തിക്കാരിയാ. ഇപ്പൊ ഇങ്ങനെ മടക്ക് കൈ എന്നാ ടവലായിട്ട് തങ്ങ് കൊടുക്ക്. അവളെ പൊതിഞ്ഞേ കയ്യിലോട്ട് നമുക്ക് അപ്പുറം അവൻ അറിയത്തില്ല കേട്ടോ. ഇങ്ങോട്ട് വേ. ആ ഇവിടെ വേ. അമ്മ വെച്ച് തരാം. ഇങ്ങോട്ട് വേ. ഇങ്ങോട്ട് വേ. അതാ ഇവിടെ വേ. ഇത് വേ. തല ഇങ്ങനെ അങ്ങനെ വേ. അവള് നല്ല ഉറക്കമാ. സൂപ്പറായിട്ട് ഉറങ്ങുക. പൊന്നു പൊന്നോ. ഭയങ്കര കരച്ചിലായിരുന്നു. എടുക്കാനൊന്നും അറിയത്തില്ല. ഇതെൻ്റെ മാലയല്ല കേട്ടോ, അമ്മയുടെ മാലയാണ്. ഞാൻ വന്നിട്ട് ഇനി കുളിക്കണം. അപ്പം നമ്മൾ കുഞ്ഞോയുടെ ഉടുപ്പൊക്കെ കഴുകിയിടുന്നിടമുണ്ട്. ഇവിടെ കഴുകാൻ അടിപൊളി കേട്ടോ, കുറേ സ്ഥലമുണ്ട്. നമുക്ക് ഡ്രസ്സെല്ലാം അപ്പം തന്നെ കഴുകിയിടാൻ പറ്റും. അപ്പം ആ കഴുകിയിട്ടെടുത്തോട്ട് അമ്മ പോവാം. അപ്പം ഞാൻ പറഞ്ഞു അമ്മയും ഞാനും വരുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കൂടെ ഞാനും ഇറങ്ങി. അപ്പം അമ്മയുടെ കൂടെ ഞാനും അങ്ങോട്ട് കഴുകുന്നിടത്തോട്ട് പോവാ കാണാൻ. അമ്മ പറഞ്ഞു ഭയങ്കര രസമാണ്, തുണിയൊക്കെ ഇടാൻ ഉണ്ടെന്ന്. നമ്മളെല്ലാം അപ്പം തുണി കഴുകിയിടും. ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മൾ 3rd ഫ്ലോറാട്ടോ. 3rd ഫ്ലോറിൽ നിന്ന് ഇങ്ങനെ കയറിപ്പോണം. അത് കണ്ടോ, അവിടെ സ്കൂളാണേ. നല്ല രസമാണ്. ഷീറ്റൊക്കെ ഇട്ടിട്ട് മേൽവശത്ത് മറ്റേ കണ്ണിൻ്റെയാ, ഒരു ഫ്ലോറിലല്ല. അതുകൊണ്ട് കിടക്കുന്ന നമ്മുടെ കുഞ്ഞാണ്ടിയുടെ തുണികളല്ല. ഇവിടെ തുണി കഴുകാൻ സൗകര്യമുള്ളതുകൊണ്ട് വലിയ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അവൾക്ക് വെള്ളത്തുണി തന്നെ വെച്ചേക്കുന്നത്. എല്ലാവരും വന്ന് കഴുകിയൊക്കെ ഇടും കേട്ടോ. ഇപ്പം സത്യം പറഞ്ഞാൽ നോക്കി നമ്മുടെ വീട്ടിൽ കഴുകുന്നില്ലേ നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇവിടെ തുണി കഴുകുന്നതാ. നമുക്ക് മഴയാണെങ്കിലും പേടിക്കുകയൊന്നും വേണ്ട. ആ പൈപ്പിൽ വെള്ളം. ഇവിടെ ഇനിയും പണിയാനും വേണ്ടിയുണ്ട് കേട്ടോ, മേളിലോട്ട്. അപ്പം തുണി എടുക്കാനായിട്ട് അമ്മ പോയതാ. ഇന്ന് ഫുൾ അവൾക്ക് സ്നഗ്ഗിയാണ് വെച്ചേ. നമ്മൾ ഇടയ്ക്കെങ്ങാണ്ട് തുണി വെച്ചുള്ളൂ. മഴ ഇന്ന് പോകുമെന്നൊക്കെ വിചാരിച്ചിരുന്നേ. തുണി ടർക്കി ഇഷ്ടം പോലെ കായ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഭാവിക്ക് വേണ്ടി ഒരു ഡ്രസ്സ് പോലും വാങ്ങിച്ചുകൊണ്ടല്ല വന്നത്. ഒന്ന് എനിക്കൊരു കൊളാബ് കിട്ടി, അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചില്ലേ. എനിക്ക് വേണ്ടി ഒരു ഡ്രസ്സ് അങ്ങനെ കടയിൽ പോയി ഇതേന്ന് പറഞ്ഞ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്.
ഇല്ലില്ല, അവളുടെ എല്ലാം വെളുവിളാന്നിരിക്കുന്നു. നമുക്ക് ഈ ആശുപത്രി വന്നല്ലേ ഭയങ്കര വീട്ടിൽ നിൽക്കുന്ന ഒരു ഫീല് തോന്നും ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ. അത് ഇഷ്ടപ്പെട്ട നമുക്ക്, അതാ അവൾ അങ്ങനെ ഉറങ്ങുന്നത്. വിചാരിച്ച പോലെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. മുക്കും മൂലം അവിടെ ഇവിടെയൊക്കെ എടുത്തു. മനസ്സിലാവില്ല, കാരണം നമുക്ക് പുതിയൊരാൾ നമ്മളുടെ ലൈഫിൽ വന്നു, കുറേ മാറ്റങ്ങൾ വന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയത്തില്ലല്ലോ. പിന്നെ ആണെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും അന്നാണ് എന്നെ സ്ട്രക്ചറിൽ തള്ളിക്കൊണ്ട് പോയ മാമൻ വരെ പിറ്റേന്ന് ചോദിച്ചു. അപ്പോൾ പ്രസവിച്ചൊക്കെ അത്രയും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫുകളാട്ടോ, ഏത് സെക്ഷനിലാണേലും. അതൊക്കെ വലിയ കാര്യമാണ് നമുക്ക്.